താലോലം പൂമ്പൈതലേ താരാട്ടാം ഞാനോമലേ. ഞാൻ എൻ്റെ പിള്ളേരെ പോലും ഇങ്ങനെ നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ വെക്കുന്ന മീനായതുകൊണ്ട് പറയുമല്ലേ ചേച്ചി, ഇതേ ഇപ്പം കടലിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അങ്ങ് മേടിക്കാം കേട്ടോ. വയോ 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 വയോ, നല്ല ഒന്നാന്തര മീനെ, നല്ല ഒന്നാന്തര മീനെ, നല്ല ഒന്നാന്തര മീനെ മേടിച്ചോണ്ട് പോകുന്നവര് തല കളയരുത്. എന്തോ ടേസ്റ്റാന്നറിയോ തലയും കൊണ്ടിട്ട് കറി വെച്ചാൽ. വെട്ടി തീച്ച കഴുകി ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ള വീട്ടിലുള്ള വകയെല്ലാം കൊണ്ടിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരും കേട്ടോ. അപ്പൊ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് മൂടി വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോ ഇതിന്ന് ഒരു ആവി വരുവേ. അത് നോക്കണം. ആ മുഖം പൊള്ളിയാലും വേണ്ടില്ല, അതിൽ നിന്ന് ഒരു മണം വരും. ഇരുന്നിരിപ്പിന് ഒറ്റക്കലം ചോറ് തിന്ന കൊണ്ടുപോയാലോ. വായോ 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 വായോ, നല്ല പിടയ്ക്കുന്ന മീനെ, പിടയ്ക്കുന്ന മീനെ, പിടയ്ക്കുന്ന മീനേ. എൻ്റെ ഒരു കെട്ടിയവനുണ്ടായിരുന്നേ, ഞാൻ അങ്ങനെ ഡാവെന്ന് പറഞ്ഞതാ. ഒരു തട്ട വിട്ട് ഇവിടോട്ട് വന്നിരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റത്തിലേക്ക് പോരാക്ക് വീട്ടിലെ കയറി ഇറങ്ങി കച്ചവടം ചെയ്യണം. രാവിലെ പച്ചമീനുമായിട്ട് പോകും, വൈകിട്ട് ഉണക്കമീനുമായിട്ട് വരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഡബിള് കച്ചവടം വന്നാൽ അല്ല. കച്ചവടം നടക്കാതെ ഉള്ള വെയിലെല്ലാം അങ്ങേരും കൊണ്ട് മീനെ ഉണക്കിച്ച് വൈകിട്ട് കയറി വരും. എന്താ നടക്കട്ടെ അങ്ങനെ. വായോ 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 വായോ, നല്ല പിടയ്ക്കുന്ന മീന, പിടയ്ക്കുന്ന മീന, പിടയ്ക്കുന്ന മീന. വായോ 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 വായോ. അതെന്തോ മര്യാദ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല ഇത്രയും നേരം പറഞ്ഞത്. ഇടയ്ക്കിരുന്ന് കൂന്നാരടാ. സോറി, നിങ്ങളല്ല, ക്ഷമിക്കണേ. വരുന്നുണ്ട്, ആദ്യമായി വരുന്നുണ്ട്. വായോ 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 വായോ. ആ വായോ 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 എന്നൊന്ന് വിളിക്കുക. പണ്ട് ഇതുപോലെ ഇവരെ പഠിക്കച്ചെന്ന് വായോ വായോ എന്നുകൊണ്ട് മീനി വിളിച്ചതാ. കൂടക്കകത്ത് കയറി വന്നതാ എന്റെ കൂടെ. എന്തുവാ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും മുട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും പറയാൻ പറ്റും. നീ എന്റെ മുട്ട് തല്ലി ഓടിക്കത്തില്ലോടി. ആ മുട്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ നിന്നെ കെട്ടിയ പിന്നെ. ഒന്ന് പറയാതിരിക്കുക ഭേദം. വെളുപ്പിന് 2 മണിയായപ്പോ ഇങ്ങോട്ട് കൊണ്ടുവാ. എങ്ങോട്ടാ? വെളുപ്പിനെ 2 മണിയായപ്പോ ഹാർബറിൽ മീനെടുക്കാൻ പോയ മനുഷ്യൻ എങ്ങനെ പുറകിന് പോയി പൂച്ച 2 മീനെടുത്തോണ്ട് വീട്ടിൽ അങ്ങനെ പറയല്ലേ. ഞാൻ ഹാർബറിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര ഹർബറി. അത് തീരട്ടെന്ന് ഞാൻ ചായ കുടിക്കാൻ കയറിയ ഒരു ബേക്കറി. അവിടുന്ന് ഞാൻ കഴിച്ച ഒരു സ്ട്രോബെറി, നിനക്ക് മാറ്റി ഒരു കാഡ്ബറി. പിക്കപ്പ് ലൈൻ ആണല്ലോ. നോക്കട്ടെ, ഈ 2 മീനും കൊണ്ടാണോ നിങ്ങൾ ഈ നാട് നീളെ കൊണ്ട് വിറ്റത്? 2 അല്ല 3 ഉണ്ടായിരുന്നു. വിറ്റ മീന്റെ പൈസ എങ്ങനെ? അത് മീറ്റ് പൈസ അങ്ങനെ തരും. തല വെച്ചോണ്ട് പറഞ്ഞ കാക്ക എടുത്തിട്ടോ, ഞാൻ കണ്ടില്ല. കണ്ടോ, മര്യാദക്ക് കാക്കയുടെ കൂട്ടി പോയി മേടിച്ചോണ്ട് വന്നോ പൈസ. എടി ചിന്നമ്മേ, കാക്കയുടെ കൂട്ടി ഞാൻ മീനിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി ചെന്നടി. ഞാൻ അങ്ങ് അബദ്ധനായി പോയി. ഞാൻ കാക്കയുടെ കൂട്ടിൽ കുയിലിരിക്കുന്നു. ഇതെനിക്ക് മനസ്സിലായി. എനിക്കല്ല അബദ്ധം പറ്റിയത്, കുയിലമ്മയ്ക്ക് അബദ്ധം പറ്റിയത്. കാക്കയുടെ കൂട്ടി കയറി മുട്ട ഇട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു മര്യാദക്ക് പൈസ തരണമെന്ന് പറഞ്ഞു. പപ്പ അവരുടെ പൈസ തരാന്ന്. എടാ, ഈ ചൂരയുടെ വാല് വെച്ച് ഇങ്ങടെ മുതുകത്തൊരു ചതവല്ലേ ഞാൻ പറഞ്ഞ കൊള്ള കള്ളക്കഥയും പറഞ്ഞോണ്ട് വന്നേക്കുവാ. നാട് നീളെ കൊണ്ട് നടന്ന് ഉള്ള പെണ്ണുങ്ങൾക്ക് എല്ലാം അങ്ങ് കടം കൊണ്ട് പണി. ആ വത്സല 1250 രൂപ തരാനുണ്ട്. തന്നവള് മനസ്സിലായി. അയ്യോ, വത്സല ഇല്ലാതെ തന്നെ അങ്ങ് കുഴയുക. വത്സല 1300 രൂപ തരാനുള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ തരണം. അവൾ 1000 രൂപ എന്റെ കയ്യിൽ കൊണ്ട് തന്നു. ബാക്കി 300 രൂപ അവള് പറഞ്ഞു കൊച്ചിന് സ്കൂൾ തുറക്കുമല്ലേ, ഭാഗമൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ല അണ്ണാ, അതുകൊണ്ടാ ബാക്കി 300 രൂപ പിന്നെ തരാന്ന് പറഞ്ഞപ്പോ ഈ 1000 രൂപ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്ത. പിള്ളേരുടെ കാര്യമല്ലേ, നടക്കട്ടെ. ഓമന പൈസ തന്നായിരുന്നു. ഒരു 750 രൂപ മറ്റോ വരും. എടി നീ എന്താ പെണ്ണാടി, നിന്റെ കൂട്ടിരുന്ന് കച്ചവടം ചെയ്യാന്ന് ഓമന. അവൾ അവിടെ ഇവിടെയൊക്കെ പോയി കിട്ടുന്ന പൈസ കൂട്ടി അണ്ണാ പിന്നെ തരാന്ന് പറഞ്ഞാൽ 700 രൂപ. ഞാൻ അത് അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ കൊച്ചിന് മീൻ വേണമല്ലോ. ഞാൻ തമ്പിയുടെ 1 കിലോ മീൻ മാച്ചാവ് കൊടുത്ത് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. വർഗീസ് 150 രൂപ തരാനുണ്ടായിരുന്നു പാവക്കാരനോട്. അതെങ്ങനെ മേടിക്കും? അവരെ കുത്തിരി പിടിച്ചാ മാച്ചാ 150 രൂപ ഞാനാണോ കാണിച്ചു കൊടുത്തറിയോ? ഈ ആണത്തെ പെണ്ണുങ്ങളോട് കാണിക്കാഞ്ഞത് അതന്നെ ബിസിനസിന്റെ ഒരു നാക്കുമായിട്ട് അവളുമാരുടെ കെട്ടിയോന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ നാക്ക് പിടിച്ച് വെക്കും. പറഞ്ഞേക്കാം കേട്ടോ. കോമഡിക്കാരി നിർത്താം. അയ്യോ, നിങ്ങൾക്ക് പറഞ്ഞ് വലിയ ആളാവാം. പതിവില്ലാതെ വന്നേക്കോ. ഇങ്ങോട്ട് നേരെ വെക്കുമ്പോ ഞാൻ പറയാം എന്റെ കൂടെ വന്ന് നിങ്ങൾ കച്ചവടം ചെയ്യും. ഇന്നെന്താ പറ്റി പതിവില്ലാതെ ഇങ്ങോട്ട് ചന്തയിലോട്ട് എഴുന്നള്ളാന്? ഈ ചന്തയിലോട്ട് ഞാൻ വരാത്ത എന്താണെന്നറിയാവോ? എന്റെ അച്ഛന്റെ ഓർമ്മ തളം കെട്ടി കിടക്കും ഈ ചന്തയില്. അത് രാവിലെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കോരിക്കോട്ട് പോയി. എന്റെ അച്ഛനാണ് ഇതൊരു ചന്തയാക്കിയത്. കണ്ടോ, അതിന് മുന്നേ ഇവിടെ കണ്ണാടി പോലെ കിടന്ന സ്ഥലമായി. അച്ഛൻ കാലൂത്തി അത് ചന്തയാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചിന്നമ്മേ. പണ്ട് കാലത്ത് ഇവിടെ കാടായിരുന്നു, ചന്തയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ അച്ഛൻ ഒരു കോവയ്ക്കായ 2 തക്കാളിക്കായ കൊണ്ട് ഇവിടെ വന്ന് ഇരുന്നതാ. അതങ്ങ് വളർന്ന് പടവലങ്ങായി, ചേമ്പായി, ചേനയായി കുന്നുകൂടി അങ്ങ് വന്നങ്ങ്. കണ്ടോ, പച്ച
ചന്തക്കാട്ടിന് തീ പിടിപ്പിക്കുന്ന മനുഷ്യനാ. ഒരു 2 തക്കാളി ഒരു കോവയ്ക്കാൻ കൊണ്ട് വന്ന് ഇതെങ്ങനെ അങ്ങ് വളരും വലിയോ. അങ്ങനെ ഞങ്ങൾ അച്ഛനോടൊന്ന് കച്ചവടം നടത്തി ആൾക്കാരെല്ലാം വന്ന് കൂടി കച്ചവടം നടത്തിയാണ് ഈ ചന്ത ഇവിടെ ഉണ്ടായത്. അതെ, ഈ ചന്തയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. ഞാനൊന്ന് മനസ്സ് കഴിഞ്ഞാൽ ഈ ചന്ത എന്റെ കൈവെള്ളയിലിരിക്കും. ഇത് ചന്തയല്ല, നമ്മുടെ ചെറിയ ചെറുക്കന്റെ ചന്തയല്ല, നിങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ കച്ചവട പാരമ്പര്യമുള്ള ചന്ത, എനിക്ക് അവകാശങ്ങളുള്ള ചന്തയത്. ഞങ്ങളുടെ അച്ഛനാന്റെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഉണ്ടായാലും ഈ ചന്തയെ കൊണ്ട് കൊടുക്കും. ഇപ്പൊ വീട്ടിലൊരു പച്ചമുളക് ഉണ്ടായി, ഒരു വെണ്ടയ്ക്ക ഉണ്ടായി, ഒരു വാഴയ്ക്ക ഉണ്ടായി, അതെല്ലാം കൊണ്ട് ചന്തയെ കൊടുക്കും. എന്റെ അനിയനുണ്ടായപ്പോഴേ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞില്ല. അതെന്താ? അല്ല, അവനേക്കാളെ ചന്തയെ കൊണ്ട് കൊടുത്തായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അത് ബുദ്ധിയുണ്ടോ നിങ്ങളുടെ അമ്മയ്ക്ക്? ബുദ്ധിയുണ്ട് കേട്ടോ. അച്ഛനെ കുറിച്ച് വിളിക്കാനോ? കച്ചവടത്തിന് വിളിക്കണേ കൊണ്ട് ഞാൻ വിളിച്ചാ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാട്ടെ. വിജയ് കളിച്ചോണ്ടിരിക്കാതെ കച്ചവടം ചെല്ലുപടി തോൽവി. ഇന്ന് ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണം. ചെറുക്കന്റെ കോളേജ് ഫീസ് കെട്ടണമെങ്കിൽ ഇലക്ട്രീഷനെ വിളിച്ച് കേട്ടോ, എന്നെ വിളിച്ച് കിട്ടാൻ പറ്റത്തില്ല. പച്ചമീൻ വെച്ചാൽ ഞാൻ അടിക്കും കേട്ടോ. അതാ പറഞ്ഞത്, ഫീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടുന്നു ചെറുക്കനെ. അയ്യോ, അവന് പിന്നെ എന്നാ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്? ഞാൻ ഇന്നലെ മീനും കൂടെ കണ്ട് ആൽമരച്ചോട്ടി കുറെ പിള്ളേരുടെ കുനിഞ്ഞിരുന്ന് മേലിൽ കൂടെ പുക പോകുന്നു. അയ്യോ, അത് അവര് വട്ടം ചേർന്നിരുന്ന് പഠിച്ച് തലേ കൂടെ പുക പോകുന്നു. പഠിച്ച് തലേ കൂടെ പുക വന്നില്ല, അവന്റെ കയ്യിൽ വീട് ഇരിക്കുന്ന കണ്ടു. എന്താ നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരുന്നു? എന്നിട്ട് വേണം വീടി കുറ്റി വെച്ച് എന്നെ കട്ടിക്കുത്താനും കണ്ടു. തലമുറ ചോദിക്കാനെ കൊണ്ട് നിങ്ങൾക്കല്ലേ. എടീ, ഞാൻ ഓർക്കുവാടി ഈ ബിസിനസ് നിർത്തിയിട്ടെ വേറൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. ആണോ? പ്രിയമുള്ളവരെ, നാളെ ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിങ്ങളോട് പറഞ്ഞില്ലെന്നേ. ഈ സമയത്ത് വിളിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ബുദ്ധിമുട്ടരുത്, ഒന്നും വിചാരിക്കരുത്. ഹൃദയം നിറഞ്ഞു വിളിക്കുക. നാളെ വരണം, ജ്യൂസും ജിലേബിയൊക്കെ തരാൻ കേട്ടേ. വന്നേക്കണേ. സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടേ. എന്തുവാ എന്നെ പറ്റിക്ക് വരുന്നില്ല? എന്തുവാ? ഞാൻ ഒരു മണ്ടനൊന്നും അല്ലടി. ഈ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുന്നുണ്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. കളിയാക്കിയാലും മനസ്സിലാവാത്ത ഒരു മെഴുവൻ എന്തോ ചെയ്യാനാ പോകുന്നത്. നിങ്ങൾ ഈ കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾ എന്തോ പോവാ? നിങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോവാടി. നിങ്ങൾ മീൻ പിടിക്കാൻ പോയ വള്ളക്കാർക്ക് നിങ്ങളെ പിടിക്കാനേ സമയം കാണത്തുള്ളൂ. ഇതൊക്കെ ഈ കടലിൽ പോകുന്നതും മീൻ പിടിക്കുന്നതും വല വീശുന്നതും ഒക്കെ നല്ല ഉശിരുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. ആന്ന് നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അപ്പൂപ്പൻ ഭയങ്കര ഉശിരുള്ള ആളായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു എന്റെ അപ്പൂപ്പൻ. പിന്നെ ആടക്കടലിലൊക്കെ മുങ്ങി അപ്പൂപ്പൻ മീനൊക്കെ വാരി എടുത്തോണ്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അപ്പൂപ്പനെ ആടക്കടലിൽ ചെന്ന് മുങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചിപ്പി ഇരിക്കുന്നത് കാണുന്നത്. അവിടുന്ന് പൊങ്കാല ഇടുമായിരുന്നു. ചിപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ചിപ്പി പവിഴവും മുത്തും എല്ലാം കൂടെ അപ്പൂപ്പൻ കണ്ട അവിടെ. കോടിക്കണക്കിന് പൈസ കിട്ടും കേട്ടോ വിറ്റാല്. പിന്നെ കിട്ടും. അപ്പൂപ്പനെ അറിയാം. അപ്പൂപ്പൻ ഈ ചിപ്പിയും പവിഴവും മുത്തും എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞത് കരുകി വെക്കണേ, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. അപ്പൂപ്പൻ കുളിച്ചിട്ട് വന്നപ്പോ എന്തോ കാണുന്നേ, ഈ ചിപ്പിയും പവിഴവും എല്ലാം കൂടെ പീര വെച്ചിട്ട് അപ്പൂപ്പ കപ്പയെ പുഴുങ്ങി വെച്ചേക്കുവാ. അപ്പൂപ്പൻ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അപ്പൂപ്പൻ? അപ്പം പറഞ്ഞു ഇതിന് കോമ്പിനേഷൻ അടിച്ചിട്ട് കടുങ്കാപ്പിയോട് അടിച്ച് വെക്കാനെന്ന്. ശരി, അന്ന് ഞങ്ങളുടെ അമ്മൂമ്മ ആ പോഴത്തരം കാണിച്ചില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഏത് ലെവലിൽ ജീവിക്കേണ്ട പിള്ളേർ ഇവിടെ ഒന്നും സ്കിറ്റ് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ